സോ വെൽക്കം ബാക്ക്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഗ്രോത്തും കൂടാതെ ഡെവലപ്മെൻറ്റ് എന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അല്ലേ? സോ നമുക്ക് ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസ്റ്റായിട്ടും പഠിച്ചിട്ടേ എക്സാമിന് പോകാവുള്ളൂ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്, വിച്ച് ഇസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഗ്രോത്തിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെയും പ്രിൻസിപ്പിൾസ് എന്താണെന്നാണ്. ഒന്നാമത്തത്, ഗ്രോത്തും ഡെവലപ്മെൻറ്റും നടക്കുന്നത് സെഫാലോ കോഡൽ ഡയറക്ഷനിലാണ്. നമുക്ക് കുറേ ടേംസ് ഹെഡിങ്സ് ഉണ്ട്, അതെല്ലാം ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട് എന്താണ് ഓരോന്ന് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഒന്ന്, ഗ്രോത്തും ഡെവലപ്മെൻറ്റും നടക്കുന്നത് സെഫാലോ കോഡൽ ഡയറക്ഷനിലാണ്. രണ്ടാമത്തത് ഇത് പ്രോക്സിമോ ഡിസ്റ്റൽ. ഓക്കെ, ആദ്യം പറഞ്ഞ സെഫാലോ കോഡൽ ഡയറക്ഷൻ, രണ്ടാമത്തത് പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷനിൽ നടക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തത്, ഗ്രോത്ത് ആണെങ്കിലും ഡെവലപ്മെൻ്റ് ആണെങ്കിലും ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രോസസ്സ് ആണ്. ഓക്കെ, ഇനി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇവിടെ സിമ്പിളായിട്ടുള്ള കാര്യത്തിൽ നിന്നും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും, പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും കുഞ്ഞിന് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഈ ഗ്രോത്ത് ആണെങ്കിലും ഡെവലപ്മെൻ്റ് ആണെങ്കിലും ഇതിനൊരു എന്താണ് സൈസായിട്ട് മെച്ചുറേഷനായിട്ട് ഒരു ലിങ്ക് ഉണ്ട്. ദേ ആർ ഇൻട്രാക്റ്റഡ് ആൻഡ് ഇൻ്റർ റിലേറ്റഡ്. ഇനി കുഞ്ഞുങ്ങൾ ചുഞ്ഞഴിക്കുന്ന സമയത്ത് അവരുടെ നിയോനെറ്റൽ റിഫ്ലക്സുകൾ കാണും. ഇനി ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്ന സമയത്ത് ഈ നിയോനെറ്റൽ റിഫ്ലക്സ് എല്ലാം അങ്ങ് പോകും. ഓക്കെ, സോ ഗ്രോത്ത് ആണെങ്കിലും ഡെവലപ്മെൻ്റ് ആണെങ്കിലും ഇത് സെഫാലോ കോഡൽ ഡയറക്ഷനിലാണ് നടക്കുന്നത്. രണ്ടാമത്തത് ഇത് പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷനിൽ നടത്തും. ആൻഡ് മൂന്നാമത്തത് ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നാലാമത്തത് സിമ്പിളായിട്ടുള്ള കാര്യം മുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യത്തിലോട്ടായിരിക്കും പോകുന്നത്. ഇനി നിയോനെറ്റൽ റിഫ്ലക്സ് എല്ലാം നഷ്ടപ്പെടാം. നിയോനെറ്റൽ റിഫ്ലക്സ് നഷ്ടപ്പെടണം എന്നാണ്. ഇനി സൈസ് മെച്ചുറേഷൻ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ട്. ഇനി ഈ പറയുന്ന ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രെഡിക്റ്റബിൾ ആണ്. അതായത് ഇന്ന സ്റ്റേജ് എത്തുമ്പോൾ കുഞ്ഞ് ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് അത് കാണിക്കുന്നില്ല, ഇപ്പം നടക്കാനുള്ള കുഞ്ഞുങ്ങൾ നടക്കണം, അല്ലാതെ ഇഴഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിനർത്ഥം കുഞ്ഞിന് ഡെവലപ്മെൻറ്റിൽ ഡിലേ ഉണ്ടെന്നാണ്. അത് നമ്മൾ അതെല്ലാം പഠിക്കുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് പ്രെഡിക്റ്റബിൾ ആണ്. ഇനി കുഞ്ഞ് ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം ചെയ്യുന്നത്, പിന്നെയാണ് ഓരോരോ സ്പെസിഫിക് ആയിട്ട് നമ്മൾ കുഞ്ഞ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിലുള്ളതെന്ന്. ആദ്യം നമ്മൾ നോക്കിയതാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത് മാത്രമേ പഠിക്കുന്നുള്ളൂ കേട്ടോ. ഇനി കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ്. ഗ്രോത്തും ഡെവലപ്മെൻറ്റും നടക്കുന്നത് സെഫാലോ കോഡൽ ഡയറക്ഷനിൽ നിന്നാണ്. അതായത് സെഫാലോ കോഡൽ ഡയറക്ഷനിലാണ് അതിൻ്റെ ഗ്രോത്ത് നടക്കുന്നത്. ഇപ്പം തന്നെ ആദ്യം ബ്രെയിൻ വന്നു, പിന്നെ ടെയിൽ വന്നു. ഓക്കെ, ബ്രെയിൻ വന്നു, പിന്നെ ടെയിൽ വന്നു. സെഫാലോ കോഡൽ ഡയറക്ഷനിലാണ് ഇതിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സെഫാലോ കോഡൽ ഡയറക്ഷനിലാണ് ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ കുഞ്ഞിൻ്റെ ആദ്യം വളരുന്നത് തലയായിരിക്കും. തല ഫോം ചെയ്തതിന് ശേഷമായിരിക്കും കുഞ്ഞിൻ്റെ ആംസ് ഫോം ചെയ്യുന്നത്, പിന്നെ ലെഗ് എല്ലാം ഫോം ചെയ്യുന്നത്. സോ സെഫാലോ കോഡൽ ഡയറക്ഷനിലാണെന്ന് പഠിക്കുക. രണ്ടാമത്തത് പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷനിൽ നിന്ന്, അതായത് സെൻറ്ററിൽ നിന്ന് പ്രോക്സിമോ ഡിസ്റ്റൽ, അതായത് സെൻറ്ററിൽ നിന്നും പുറത്തോട്ട് പെറിഫറിയിലോട്ട്, സെൻട്രൽ നിന്നും പെറിഫറിയിലോട്ടും, ഇതാണ് പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷനിൽ പോകുന്നത് നമ്മൾ പഠിക്കുന്നത്. മൂന്നാമത്തത് ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതായത് ഗ്രോത്ത് ആണെങ്കിലും ഡെവലപ്മെൻ്റ് ആണെങ്കിലും നമ്മൾ പ്രായമാവുന്നത് വരെയും ഓൾഡ് ഏജ് എത്തുന്നത് വരെയും നമുക്ക് ഗ്രോത്തും ഉണ്ട് ഡെവലപ്മെൻറ്റും ഉണ്ട്. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് പഠിക്കുന്നെങ്കിൽ ഒരു 5 വയസ്സുള്ള കുഞ്ഞല്ല 10 വയസ്സുള്ള കുഞ്ഞിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അവൻ വളരും. അങ്ങനെയല്ല ഒരു 22 വയസ്സുള്ള ഒരു കുട്ടിയല്ല, അതൊരു അഡൽട്ടാണ് അപ്പോഴത്തേക്ക്. സോ ഈ ഓരോ സ്റ്റേജിലും അവന് ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുവാണ്. ഓക്കെ, നാലാമത്തെയാണ് നിയോനെറ്റൽ റിഫ്ലക്സ്. ഇത് നഷ്ടമാവണമെന്ന്. അപ്പം കുഞ്ഞ് ഒന്ന്
ആദ്യം നമ്മൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ നോക്കുന്നെങ്കിൽ ചില റിഫ്ലക്സുകളുണ്ട്. നമ്മളിനി പഠിക്കും റിഫ്ലക്സ് എന്താണെന്നൊക്കെ. ആ റിഫ്ലക്സൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിൽ നിന്ന് നഷ്ടമാവും. ശരിക്കും നഷ്ടമാവണം. ഓക്കെ, നഷ്ടമായില്ലെങ്കിൽ അബ്നോർമാലിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി അടുത്തെന്ന് വെച്ചാൽ കുഞ്ഞ് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം മുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന്. ഓക്കെ, അതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു ബോൾ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പേന കൊടുക്കുക. ആ പേന കൊടുക്കുന്ന സമയത്ത് കുഞ്ഞ് 2 കൈ കൊണ്ടായിരിക്കും ആ പേന പിടിക്കുന്നത്. പിന്നെ ആകുമ്പോഴത്തേക്കും ഒരു കൈ കൊണ്ട് പിടിക്കാനായിട്ട് തുടങ്ങി. പിന്നെ 2 വിരലിൻ്റെ ഇടയിലായിട്ട് പിടിക്കാനായിട്ട് നോക്കി. അതായത് പറഞ്ഞു വന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യത്തിൽ സിമ്പിളായിട്ട് ചെയ്തിട്ട് കോംപ്ലക്സ് ആയിട്ട് ചെയ്യാനായിട്ട് കുഞ്ഞ് പഠിക്കും. ഓക്കെ, ഇതാ വരുന്നത്. ഇനി കുഞ്ഞിന് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും സ്പെസിഫിക് ആയിട്ട് ഓരോരോ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഇപ്പോൾ ഒരു ബോൾ തന്നെ എൻ്റെ കയ്യിലോട്ട് തരാനായിട്ട് സിമ്പിളായിട്ട് ഒന്ന് പിടിക്കാൻ അറിയായിരിക്കും. പക്ഷേ കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് കുഞ്ഞിന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് ബോൾ എറിയാനായിട്ട് സാധിക്കും. പിന്നെ ക്യാച്ച് പിടിക്കാനായിട്ട് ഓടി പിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വളരെ ജനറൽ ആയിട്ടുള്ള കാര്യത്തിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം പോലും കുഞ്ഞിന് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു ദർ ഇസ് എൻ ഇൻക്രീസ് കോർഡിനേഷൻ ബിറ്റ്വീൻ സൈസ് ആൻഡ് മെച്ചുറേഷൻ. അപ്പം ഓരോ സൈസ് ഇങ്ങനെ കൂടി വരും, മെച്ചുവേർഡ് ആവും. അതിന് തമ്മിലൊരു ലിങ്ക് ഉണ്ട്. ഓക്കെ, ഇനി ഇപ്പം സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് ആണുള്ളത്. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഒരു നിയോനേറ്റിനെ കിട്ടി. അതൊരു മെയിൽ നിയോനേറ്റ് ആണെങ്കിൽ അവന് ഫീമെയിൽ നിയോനേറ്റിനെക്കാട്ടും കുറച്ചും കൂടി ഹൈറ്റ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ലെങ്ത് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ദർ ഇസ് എൻ ഒപ്റ്റിമൽ ടൈം ഫോർ ഇനിഷ്യേഷൻ ആൻഡ് ലേണിംഗ്. അപ്പം ഇതൊരു പോയിൻ്റാണ്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പോയിൻ്റ് എന്ന് വെച്ചാൽ കുഞ്ഞ് പല കാര്യങ്ങളും പഠിക്കുന്നത് അവൻ പ്രാക്ടീസ് വഴിയാണ്. ഇപ്പം ഒരു കുഞ്ഞ് അവൻ വളരെ ചെറുതായിരിക്കും, മീൻസ് ഒരു കുഞ്ഞിൻ്റെ ഒരു നിയോനേറ്റിൻ്റെ അടുത്ത് ബിൽഡിംഗ് ബ്ലോക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിന് ചെയ്യാനായിട്ട് പറ്റില്ല. അതേസമയം ഇപ്പം ഫുഡ് കഴിക്കാനായിട്ട് ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് അവർക്ക് പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യും, ഫുഡെന്ന് പറയുമ്പോൾ കൂരവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചാലും കുഞ്ഞത് അളിച്ചു വാരി ദേഹത്തെല്ലാം ആക്കുക ചെയ്യുന്നത്. പക്ഷെ പതുക്കെ അത് അവൻ എങ്ങനെ കഴിക്കണം എന്ന് അവൻ എക്സ്പെരിമെൻ്റ് ചെയ്ത് തെറ്റിയിട്ട് ചിലപ്പോൾ വീണ്ടും നന്നായിട്ട് പഠിക്കും. അപ്പം ഇറ്റ് ടേക്സ് ടൈം. ഇനി അതേപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞിന് ചെറിയ പ്രായത്തിൽ പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യണമെന്നില്ല. അവൻ ടൈം എടുക്കാൻ ഓരോ ഡെവലപ്മെൻ്റൽ സ്റ്റേജിലും ഇന്ന ടാസ്ക് അവൻ കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് നോട്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോർമൽ. വളരെ വലിയൊരു ടാസ്ക് ഒന്നും പെട്ടെന്ന് പോയി ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിച്ചത്. സോ ആദ്യത്തെ എന്തായിരുന്നു, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് സെഫാലോ കോഡൽ ഡയറക്ഷനിൽ നിന്നാണ്. രണ്ടാമത്തത് പ്രോക്സിമൽ ടു പെറിഫറൽ, പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷന്. ഇനി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് സിമ്പിളായിട്ടുള്ള കാര്യം മുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യം നടക്കും. ഇനി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ദർ ഇസ് എ കോർഡിനേഷൻ ബിറ്റ്വീൻ സൈസ് ആൻഡ് മെച്ചുറേഷൻ. ഇനി അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. അതിൻ്റെ റേറ്റ് എല്ലാം മാറുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അതിന് ശേഷം പറഞ്ഞത് നിയോനേറ്റൽ റിഫ്ലക്സ് എല്ലാം നഷ്ടമാവും. ആൻഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നും കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിലോട്ടാണ്. ആൻഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എപ്പോൾ നടക്കുമെന്ന് പ്രെഡിക്റ്റബിൾ ആണ്. പിന്നെ ഇവിടെ ഒരു ടൈം ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ പിന്നെ ഒരു ടൈം ഉണ്ട്. ആൻഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പിന്നെ പറയുന്നത് വെച്ചാൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ഒരു പ്രാക്ടീസിലൂടെയാണെന്ന്. ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിച്ചത്. ഓക്കെ, പഠിക്കണോട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.